ഒന്ന് ബിനു അല്ലേ? ഹലോ. ബിനു പിന്നെ സനുവാ? അല്ല. പിന്നെ സുഭാഷ്. സുഭാഷ്. ആ സുഭാഷ്. രാജൻ. സൽമാൻ. ആലോചിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ വേറെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആ സൽമാനാ? എന്തോ നിന്റെ അമ്മയ്ക്ക് മേത്തനുണ്ടാവോ ചോടിയത്? ഹലോ. നിങ്ങളെ അമ്മ ഓർത്ത മേത്തനാണ്? അത് നീ സൽമാൻ പേരിട്ട് ആരല്ലേ? ഇത്രയും പേരുടെ ഒരു സൽമാൻ പേരുന്ന മുസ്ലിങ്ങളെ പേരല്ലേടി? എന്റെ ഫസ്റ്റത്തെ അണ്ണനെ എന്റെ അച്ഛൻ 2 പെണ്ണ് കെട്ടി. അച്ഛൻ 2 പെണ്ണ് കെട്ടിയാ? ഒന്ന് ക്രിസ്ത്യൻസാ. എന്റെ അച്ഛൻ 3 പെണ്ണ് കെട്ടി. അത് നിനക്കറിയോ? എന്റെ അച്ഛനെ 3 പെണ്ണ് കെട്ടി അറിയോ? ഹലോ. നീ പറ കേക്കാം. നല്ലോണം കേക്കാപ്പാ. നീ പറ. വാണടിക്കോ? വാണടിക്കോ? അതെ. നിന്നെ കാണാൻ എങ്ങനെ ഇരിക്കുന്നേ? എന്നെ കണ്ടടിക്കോ? ഓ. അണ്ണ തിന്നുവോ? അണ്ണ തിന്നുവോ? ഓ. വാന്തുവോ? ഓ. ഓ. അണ്ണ കുഞ്ചുവിനെ വിളിച്ച കുഞ്ചുവിന് 2 ചീത്ത കൊടുക്കുക. എന്നെ ഇനി മേലെ വിളിക്കുന്നു പട്ടിയുടെ. അത് ഞാൻ പറയാം. നീ ഇപ്പൊ നാളെ വർക്ക വരുവോ? വർക്ക എത്ര മണിക്ക് വരും നീ? ഞാനൊരു 10-11 മണിയാകുമ്പോൾ വരും. 11 മണിയാകുമ്പോൾ വരും. ആരൊക്കെ വരും? ഞാനും എന്റെ 3-4 ആങ്ങളും വരും. 4 ആളും വരുമല്ലേ? ഓ ശരി. എന്നാ നീ എന്നെ വർക്ക ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി. നീ നിന്റെ ആങ്ങളമാർ 4 പേരുമായിട്ട് വർക്കെല്ലാം വന്നാൽ മതി. നീ വർക്കല ഇറങ്ങിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് റിന്യൂ ബേക്കറി പറഞ്ഞ ബേക്കറി ഉണ്ട് കേട്ടോ. റിന്യൂ ബേക്കറി പറഞ്ഞ ബേക്കറി ഉണ്ട്. അവിടെ വന്നാൽ മതി. അവിടെ വന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. നിന്നെ 4 ആങ്ങളെ 10 ആങ്ങളെ 4 പേരോടെ കൊണ്ടുപോവാ. ഒരു 8 വരെ കൊണ്ടുപോവാ. എന്റെ വിജയ ഒറ്റയ്ക്ക് അവിടെ വരുത്തുള്ളൂ. എനിക്ക് നിന്നെ വിജയൻ പേടിച്ചൂറിയാ? വിജയനാ? അതല്ലേ ഞാൻ നിന്റെ 8 വരെ കൊണ്ടുപോയേ. വിജയൻ പേടിച്ചൂറിയാണ്. ഞാൻ വിജയൻ ഒറ്റയ്ക്കാ വരുത്തുള്ളൂ. വിജയന്റെ മനസ്സുണ്ട്. നിനക്കറിയാലേ. നിനക്ക് എന്നെ അറിയാമെങ്കിൽ എന്റെ സ്വഭാവം നിനക്കറിയാലേ. അറിയത്തില്ലല്ലേ? അങ്ങനെ അറിയത്തില്ലല്ലേ എന്റെ നിന്റെ ആങ്ങളമാരിന് എത്ര എത്ര തൊട്ടിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് പോലെ എനിക്കറിയാൻ കൈകാര്യം ചെയ്യാൻ. അത് നിനക്കറിയാലേ. നിനക്ക് എന്നെ അറിയാതെ എന്റെ സ്വഭാവം നിനക്കറിയാലേ. അറിയാലേ? അപ്പോഴും നീ വർക്കല ഇറങ്ങിയിട്ട് നിന്റെ 4 ആങ്ങളമാരായിട്ട് നീ വർക്കല വാ. വർക്കല വന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. അന്നാ ഞാൻ എൻ്റെ ആങ്ങളമാരായിട്ട് ആ വർക്കല നിൽക്കുന്ന അണ്ണം വരാൻ പറയണം. ഞാൻ ഒറ്റയ്ക്ക് അവിടെ വരും. ഞാൻ എൻ്റെ ബൈക്കുമായിട്ട് ഞാൻ അവിടെ വരും. ഹലോ. മൊബൈലിൽ പൈസ കയറുന്നല്ലോ കേട്ടോ. ഹലോ. പറയടി. എന്റെ രജിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കട്ടെ അണ്ണ. പറ. അണ്ണൻ പറയല്ല. നീ പറ. നീ നാളെ വരുമോ? വർക്കാൻ വരുമോ? അണ്ണന്റെ കുന്നാണ് മതിൽ ഉരച്ചേ. നീ എന്റെ അമ്മയെ കൊടുക്കാം. നിന്റെ ഈ സംസാരത്തിന് എനിക്ക് പറ്റത്തില്ല. എന്റെ അമ്മയെ പറ്റത്തുള്ളൂ. ഹലോ. എന്റെ വിജയണ്ണ. എന്റെ വിജയണ്ണ എന്റെ വിജയണ്ണ അയ്യോ എന്റെ വിജയണ്ണ ഇല്ലാത്ത ചീത്ത എനിക്ക് എന്തിന്? അയ്യോ നിന്റെ വിജയണ്ണല്ല. ഏത് പൊലയാരി മോളാണെങ്കിലും മിണ്ടരുത്. ഏത് പൊലയാരി മോളാണെങ്കിലും നിന്റെ വലിച്ചു കയറിക്കളയും. 2 പൊടിക്കരായിട്ട് വന്നാ ഞാൻ പൊടിച്ച് കഴിഞ്ഞ് വരും. എന്നെ ഒന്നും ചെയ്തില്ല. നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആരും ഒന്നും ചെയ്യത്തില്ല. എന്റെ വിജയണ്ണ എന്റെ പയ്യ. അയ്യോ എന്റെ വിജയണ്ണ ഇല്ലാത്ത ജീവിതം എനിക്ക് എന്തിന്? നിന്റെ വിജയണ്ണ ഇല്ലാത്ത ജീവിതം നീ ജീവിക്കണ്ട. ഞാൻ വിജയണ്ണനെ കല്യാണം കഴിക്കും. എന്റെ വിജയണ്ണല്ലേ? കല്യാണം കഴിക്കും. നീ വന്നാ മതി. എന്റെ വിജയണ്ണ എന്റെ കൊച്ചിന്റെ സ്വന്തം വിജയണ്ണനല്ലേ? നിന്റെ കൊച്ചിന്റെ തന്ത വിജയണ്ണനാ. പൊലയാടി മോളെ. നീ വലകം പോയി ഉണ്ടാക്കി വെച്ചിട്ട് നീ വിജയനെ വിളിക്കുന്ന അടി നിന്റെ കൊച്ചിന്റെ തന്തയെന്ന് പറയാൻ. എടി എന്റെ കൊച്ചിന്റെ തന്ത വിജയണ്ണൻ തന്നെ. അയ്യോ നിന്റെ കൊച്ചിന്റെ തന്ത വിജയ പൊലയാടി. ആരടി?
നീ ആരടി നീ ഞാൻ കേസ് കൊടുക്കും. നീ കേസ് കൊടുക്കും. ആരെ പേര്? നിന്റെ തന്തേടെ പേരില്ല? അല്ല, നിങ്ങളെ തന്തയുടെ പേര് കേസ് കൊടുക്കുന്നേ. പറയാടി, നീ എന്റെ തന്തേടെ പേര് കേസ് കൊടുക്കാൻ പോണേ? ആരെന്ന് പറഞ്ഞ കൊടുക്കാൻ പോണേ? എന്റെ വിജയണ്ണന്റെ പേര് കേസ്. അയ്യോ, വിജയണ്ണന്റെ പേര് കേസ് കൊടുക്കാൻ നീ പറിക്കും പൊടി മയിലേ. നിന്റെ കാര്യം നോക്കി പൊടി. എന്റെ വിജയണ്ണ, എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ വിജയണ്ണ? കൊച്ചിന്റെ തന്തയാണെന്ന് എന്റെ വിജയണ്ണ. ആ കൊടു. ഹലോ, നിനക്കിപ്പോ ഗർഭിണിയാണോ നീ? അതെ. പെറ്റാ നീ? പറ്റില്ല, വേറെ പോണം. എത്ര മാസമായി? 9 മാസം. 9 മാസമായാ? എന്നിട്ട് പെറ്റില്ലേ നീ? ഇല്ല. നീ ടെസ്റ്റ് ഒക്കെ ചെയ്താ? ഞാൻ ചെയ്താടി. 25-ാം തീയതി പറഞ്ഞു. 25-ാം തീയതിയാ? ഓ, 25-ാം തീയതി നാളെ നീ മറക്കലേ വാ. നീ അതിന് 9 മാസമായില്ലേ? ഓ, ഞാൻ തന്നെ ആള് തന്നല്ലേ? ഓ, ഞാൻ കോഴിക്കോട് വന്നായിരുന്നു. ഇന്നലെ ദിവസം കോഴിക്കോട് 8 മാസം മുമ്പേ കോഴിക്കോട് വന്നായിരുന്നു. അന്നേരം സംഭവിച്ചായിരിക്കും ചിലപ്പോ. പൈസ പോട്ടെ. പറ. ഹലോ, അമ്മേനെ കൊടുത്തേ. അമ്മയുടെ കൊടുത്ത ശരിയാവില്ല. അമ്മയെ കൊടുത്ത് ചിലപ്പോൾ നിന്നെ വലിച്ചിട്ട് തലത്തടിച്ചാളെ. അമ്മേനെ കൊടു. അമ്മയുടെ ഇനി കൊടുത്ത അമ്മ നിന്നെ അവിടെ വന്ന് നിന്നെ വലിച്ചിരുക. ഇപ്പം നിന്റെ ഉണ്ടെങ്കിൽ എന്റെ മോളെ കൊടുക്കണോ? മോളെ കൊടു. എന്റെ മോളെ കൊടുക്കണോ? ഹലോ 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 എന്റെ അമ്മയ്ക്ക് സുഖം തന്നെ? എന്റെ അനിയത്തി അനിയത്തിയായിരിക്കോ അനിയനായിരിക്കോ? അറിയാൻ വയ്യ. അറിയാൻ വയ്യേ? അതൊന്ന് അറിയാൻ വയ്യ മോളെ. എനിക്ക് അനിയൻ മതി കേട്ടാ. തന്നെ? ഓ, അനിയത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അനിയൻ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അനിയനാണെങ്കിൽ ഞാൻ വളർത്തും. ഹലോ ഹലോ, ഒന്ന് വിളിച്ചിട്ടൊന്ന് മിണ്ടായിരിക്കുന്ന പൈസ വെച്ചോണ്ടിരിക്കുക. എന്തേലും സംസാരിക്കേ. മോള് പറ. അമ്മയെ ഇഷ്ടമാണ്? പിന്നെ ഏതൊരു കൊച്ചാണ് അമ്മയെ ഇഷ്ടപ്പെട്ട? അല്ല, എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്? ഓ, അങ്ങനെ ഉമ്മാരട്ടാണ്. എനിക്ക് വേണ്ട. മോളെ സതിയ. ഹലോ ഹലോ, അമ്മയുടെ പേരെന്തുവാ? അമ്മയുടെ പേരെന്തുവാ? പേര് പറയത്തില്ല. പേര് പറയത്തില്ല. പറയത്തില്ല? അതെന്ത് പറയത്തില്ല? പറയമ്മ. മോളച്ഛൻ്റെ ചോദിക്ക്. മോളച്ഛൻ്റെ ചോദിക്ക് പ്ലീസ്. പറയില്ല. മോളടുത്ത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. മോളടുത്ത് പറയില്ല. പറയമ്മ. പറയത്തില്ല. പറയമ്മ. പറയത്തില്ല. പിന്നെ അമ്മ പറയട്ടെ, വെച്ചിട്ട് പോവമ്മ. അച്ഛൻ്റെ കൊടുത്തേ. അച്ഛന് കൊടുക്കുന്നില്ല. കൊടുക്കൂല. എന്റെ വിജയങ്ങ അമ്മ പിറ്റാടാ. ഹലോ അമ്മ. ഹലോ, അമ്മ പിറ്റാണാ? അല്ല, മോളെ അച്ഛൻ അറിയും പിറ്റി. എന്റെ അച്ഛൻ പിറ്റാവൂല. എന്റെ അച്ഛനാണെന്ന് പിറ്റി. അവിടെ ആരെങ്കിലും ശബ്ദമൊക്കെ കേൾക്കുന്നല്ലേ? ഇവിടെ അല്ല, മോളടുത്ത് ആണുങ്ങൾ ശബ്ദം കേൾക്കുന്നത്. ഇവിടെ കേൾക്കുന്നെങ്കിൽ ഞാനല്ലേ കേൾക്കുന്നത്. ഫോണിൽ കൂടെ കേൾക്കുന്നത് ഇവിടെ ഉള്ളതല്ലോ. എന്റെ ഫോണിൽ ഒരു ആണ് സംസാരിക്കുന്നില്ലേ? തന്നെ? എങ്കിൽ പിന്നെ വെച്ചോ. വെച്ചിട്ടില്ല. അച്ഛൻ കിടന്ന് ഉറങ്ങി.